നമസ്കാരം. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ പുതിയ ദേശീയ ടീം വരികയാണ്. കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രനും അനിൽ ആന്റണിയുമാണ് ഉള്ളത്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കുന്നതിൽ വളരെ നിർണായകമായ ഘടകമായിരുന്നു കെ സുരേന്ദ്രൻ. 20% എന്ന മാജിക് നമ്പറിലേക്ക് ബി.ജെ.പിയുടെ വോട്ട് വിഹിതം കേരളത്തിൽ എത്തിക്കുന്നത് കെ സുരേന്ദ്രന്റെ സമയത്താണ്. അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള റോളാണ് കെ സുരേന്ദ്രന് ബി.ജെ.പിക്ക് വലിയ ജനകീയ പിന്തുണ നേടിക്കൊടുക്കുന്നതിൽ ഉള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഗോധയിൽ ഏറ്റവും ശക്തമായ മുഖം തന്നെയായിരുന്നു ആദ്യ സമയം മുതൽ കെ സുരേന്ദ്രൻ. അങ്ങനെ ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറി തലത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ അനിൽ ആന്റണി, കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലായിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെയും പ്രവർത്തനം നടത്തിയത്. ഏറ്റവും ശക്തമായ രീതിയിൽ വളരെ നല്ല ജനസ്വാധീനമുള്ള നേതാവ് തന്നെയാണ് അനിൽ ആന്റണി. കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ബി.ജെ.പി ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയായിരിക്കും. കെ സുരേന്ദ്രൻ എന്ന വളരെ അതികായകനായ വ്യക്തി കേന്ദ്ര നേതൃത്വത്തിൽ ഉള്ളത്. ഒപ്പം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് 6 വനിതാ ഉപാധ്യക്ഷന്മാരാണ് ഇക്കുറി ബി.ജെ.പിക്കുള്ളത്. 6 വനിതാ ഉപാധ്യക്ഷന്മാർ ഒരു പാർട്ടിയിലേക്ക് ഉണ്ടാകുന്നത് ഒരു വലിയ നേട്ടമാണ്. പ്രത്യേകിച്ചും വനിതാ സംവരണ ബിൽ പോലുള്ള കാര്യങ്ങളിൽ ബി.ജെ.പി എടുത്തിരിക്കുന്ന തീരുമാനത്തെ മുൻനിർത്തി നോക്കുമ്പോൾ അത് ബി.ജെ.പിയുടെ ഒരു ശക്തമായ നീക്കം തന്നെയാണ്. കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഇത് വല്ലാതെ അമ്പരപ്പിക്കുക തന്നെ ചെയ്യും. കാരണം മറ്റു പാർട്ടികൾക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മേന്മ തന്നെയാണിത്. ദേശീയ നേതൃത്വത്തിലേക്ക് കൂടുതൽ സ്ത്രീകൾ വരുന്നു, സ്ത്രീ പങ്കാളിത്തം കൂടുതലാകുന്നു. അതോടൊപ്പം യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നു. ആ രീതിയിൽ ബി.ജെ.പി ഏറ്റവും നല്ല നിലയിലുള്ള നീക്കം തന്നെയാണ് ഇക്കുറി ദേശീയ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്മൃതി ഇറാനി ദേശീയ ടീമിലുണ്ട്. ദേശീയ സംഘടനാ സെക്രട്ടറി തലത്തിൽ BL സന്തോഷാണ്. അത് ആ രീതിയിലും അദ്ദേഹം വളരെ കഴിവുറ്റ വ്യക്തിത്വമാണ്. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി തലത്തിലേക്ക് BL സന്തോഷാണ്. അതോടൊപ്പം ജനറൽ സെക്രട്ടറിമാരിൽ കേരളത്തിന്റെ ചുമതല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന വിനോദ് താവ്ഡെ ജനറൽ സെക്രട്ടറി ആകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു നേട്ടം തന്നെയാണ് ഇക്കുറി ദേശീയ ടീം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ ബി.ജെ.പി ഘടകത്തിന് ഉള്ളത്. പ്രത്യേകിച്ച് അനിൽ ആന്റണിയും കെ സുരേന്ദ്രനും പോലുള്ള നേതാക്കന്മാരാണ് ദേശീയ നിരയിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ AP അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന സ്ഥാനത്ത് നിന്ന് നീക്കുകയുണ്ടായി. മറ്റ് ചുമതലകൾ അദ്ദേഹത്തെ തേടിയെത്തുന്നതായിരിക്കും. ആ രീതിയിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശക്തമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ദേശീയ ഉപാധ്യക്ഷന്മാരിൽ വസുന്ധര രാജ് സിന്ധ്യ, തിരത് സിംഗ് റാവത്ത്, റാം മാധവ്, നേരത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന റാം മാധവ് ഇക്കുറി ദേശീയ ഉപാധ്യക്ഷനാണ്. പ്രവീൺ പവാർ, സർദാർ മൻപ്രീത് തുടങ്ങി നിരവധി നേതാക്കന്മാരാണുള്ളത്. പ്രൊഫസർ M നാഗരാജ്, പ്രൊഫസർ താരിഖ് മൻസൂർ, ഡോക്ടർ മധുചന്ദ്രകർ ഒക്കെ ദേശീയ ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ BL സന്തോഷാണ്. സംഘടനാ ചുമതലയുള്ള മറ്റ് സെക്രട്ടറിമാരുണ്ട്. ഇനി ജനറൽ സെക്രട്ടറിമാരുടെ കാര്യം എടുത്തു നോക്കിയാൽ വിനോദ് താവ്ഡെ, സുനിൽ ബൻസാർ, സ്മൃതി ഇറാനി, സതീഷ് പൂനിയ, അങ്ങനെ പോകുന്നു ഒരു നീണ്ട നിര. സെക്രട്ടറിമാരിൽ കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രനും അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കന്മാരാണ് ഉള്ളത്. ബി.ജെ.പിയെ നന്നായി ചലിപ്പിക്കുന്ന തരത്തിൽ, ദേശീയ തലത്തിൽ നന്നായി ചലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല ടീം തന്നെയാണ് ഇത്. അത് മാത്രമല്ല, പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുവാൻ കഴിയുന്ന ബി.ജെ.പിയുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ചുമതലകൾ. എന്തായാലും വരുന്ന അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ്. ബി.ജെ.പിക്ക് വളരെ നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ്. യോഗി ആദിത്യനാഥിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഭരണമൊക്കെ വിലയിരുത്തി നോക്കിയാൽ ഇക്കുറിയും
BJPക്ക് പ്രതിരോധം തീർക്കുവാനായിട്ട് SP-ക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും BJPയുടെ പുതിയ ദേശീയ ടീം വരുന്നുണ്ട്. ആ ദേശീയ ടീമിൽ മലയാളികളായിട്ടുള്ള കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും, ഇനി കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതല കൂടി നൽകുന്നതാണ്. സുരേന്ദ്രന് ഒരു നല്ല നേട്ടം തന്നെയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.